പലപ്പോഴും സമീപകാലത്തെ വാർത്തകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് വലിയ സങ്കടം തരുന്നതാണ്. അത് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ള ആളുകളുടെ വാർത്തകൾ വായിക്കുമ്പോൾ സന്തോഷം വളരെ കുറവാണ്. ഇപ്പം നമ്മൾ പറയും, ദൈവമേ ലോകം വളരെ മോശമായല്ലോ, ലോകം അനുദിനം മോശമായിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്നൊക്കെ പറയുമെങ്കിലും യഥാർത്ഥത്തിൽ അങ്ങനെയല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മളെല്ലാം ലോകം നന്നായിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് വ്യക്തികൾ മോശമാണ്, അതെല്ലാ കാലത്തും അങ്ങനെയുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, കഴിഞ്ഞ നൂറ്റാണ്ടിലേക്ക് ഈ സമയത്ത് ലോകമഹായുദ്ധങ്ങൾ നടക്കുകയാണ്. നമ്മുടെ രാജ്യം തന്നെ എടുത്താൽ ആഹാരമില്ല, വസ്ത്രമില്ല, ചോർന്നൊലിക്കാത്ത വീടില്ല, ചികിത്സയില്ല, 3 നേരം ഭക്ഷണം വെക്കുന്ന വീടില്ല, വലിയ വലിയ ഉച്ചനീചത്വങ്ങൾ നിൽക്കുന്നു, ആർക്കും തൊഴിലില്ല, എൻ്റർടൈൻമെൻ്റ് ഇല്ല, അങ്ങനെ എല്ലാം ഇല്ലാതിരുന്നൊരു കാലഘട്ടം. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ സത്യം പറഞ്ഞാൽ നല്ലൊരു ഐസ്ക്രീം തിന്നിട്ട് മരിച്ചൊരു രാജാവ് കേരളത്തിലില്ല. കാരണം അന്ന് ഫ്രിഡ്ജ് കണ്ടുപിടിച്ചിട്ടില്ല. 21-ലെങ്ങാണ്ടാണ് കേരളത്തിൽ കറണ്ട് വരുന്നത്. അത് കഴിഞ്ഞ് എത്രയോ നാൾ കഴിഞ്ഞ് ഇതൊക്കെ ജനകീയമാവാൻ 70-കളൊക്കെ ആയി റെഫ്രിജറേറ്റർ കേരളത്തിലൊക്കെ പോപ്പുലർ ആകുമ്പോൾ. അത് കഴിഞ്ഞിട്ട് വേണമല്ലോ ഐസ്ക്രീമും കേക്കും ഒക്കെ ഉണ്ടാക്കാൻ. അപ്പം ഞാൻ പറയുന്നത്, നല്ലൊരു രാജാവ് പോലും നല്ലൊരു ഫാനിൻ്റെ കാറ്റ് കൊണ്ടിട്ടില്ല, ഒരു രാജാവ് AC ഇട്ട് കിടന്നിട്ടില്ല, നല്ലൊരു കാറിൽ ഒരു 40 കിലോമീറ്ററിന് മേളിൽ സ്പീഡിൽ ഏതെങ്കിലും ഒരു രാജാവ് അങ്ങനെ യാത്ര ചെയ്ത് പോയിട്ടില്ല. ഞാൻ നമ്മുടെ ഊട്ടിയിൽ പോയപ്പോൾ കുതിരപ്പുറത്ത് കയറി ഒരു റൗണ്ട് അടിച്ചു. വെറുതെ ഒരു കൊതിക്ക് 30 രൂപ കൊടുത്താൽ ഒരാൾ പിടിച്ചോണ്ട് നടക്കുന്ന ഈ കുതിരേനെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വരും. എന്നിട്ട് എൻ്റെ നട്ടലിൻ്റെ ഡിസ്ക് നെറുകന്തലേ കയറി. അപ്പോഴാണ് ഇവർ മൈസൂരിൽ നിന്നൊക്കെ പാലക്കാട് വരെ കുതിരപ്പുറത്തൊക്കെ വന്നിട്ടുണ്ട് ആളുകൾ. അപ്പോൾ അത്രയും കഷ്ടമുണ്ടായിരുന്ന ഒരു കാലത്തെക്കുറിച്ചാണ് നമ്മൾ പണ്ട് നല്ല കാലമായിരുന്നു എന്ന് പറയുന്നത്. അങ്ങനെയല്ല. ഇപ്പോഴുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം സോഷ്യൽ ട്രാൻസ്പെറൻസിയാണ്. സംസ്ഥാനത്തിൻ്റെയോ ലോകത്തിൻ്റെയോ നാടിൻ്റെയോ എവിടെ എന്ത് കുഴപ്പം നടന്നാൽ ഈ കുഴപ്പം നമ്മൾ അറിയും. അപ്പോൾ ഡെയിലി അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാവിലെ തൊട്ട് രാത്രി വരെ നമ്മൾ ഇത്തരത്തിലുള്ള കുഴപ്പങ്ങൾ അറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. 100 കാര്യങ്ങൾ നടക്കുന്നതിൽ 10 മോശം കാര്യവും 90 നല്ല കാര്യവും ഉണ്ടെങ്കിൽ ഈ 10 മോശം കാര്യം നമ്മൾ 24 മണിക്കൂറും കേൾക്കുകയാണ്. അങ്ങനെ 1000 കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ 900 നല്ല കാര്യങ്ങൾ അറിയാതെ 100 മോശം കാര്യങ്ങൾ മാത്രം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ എല്ലാ ദിവസവും ഇത് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മൾ മോശപ്പെട്ടു പോയെന്നും മോശമാണെന്നും ലോകം ഭയങ്കര പ്രശ്നത്തിലേക്കാണ് പോയിരിക്കുന്നതെന്നും ചിന്തിക്കുക വളരെ സാധാരണമായൊരു കാര്യമാണ്. അത്രയും പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ പ്രശ്നമില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല.